കൊച്ചി ബിനാലയിൽ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ വികലമാക്കി ചിത്രം. ക്രിസ്തുവിന് പകരം നഗ്നയായ സ്ത്രീയും കന്യാസ്ത്രീകളുമാണ് ചിത്രത്തിൽ. ടോം വട്ടക്കുഴി അടച്ച ചിത്രമാണ് വിവാദമായത്. ചിത്രത്തിനെതിരെ ലത്തീൻ കാത്തലിക് അസോസിയേഷൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ക്രൈസ്തവ വിശ്വാസികളെ മുറിപ്പെടുന്നതും അവഹേളിക്കുന്നതുമാണ് ചിത്രമെന്ന് പരാതി. പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായും അസോസിയേഷൻ കൊച്ചി രൂപതാ സമിതി പ്രസിഡന്റ് ഡാൽഫിൻ ആരോപിച്ചു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നു. മിഥുൻ അയ്യപ്പൻ, നമുക്കറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചാലും പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നത് മറ്റൊരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നുമാണ് ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ ആരോപിക്കുന്നത്. ലത്തീൻ കത്തോലിക്ക അസോസിയേഷനാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. പരാതി പോലീസിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നൽകിയിരിക്കുകയാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം തന്നെ മേള അധികൃതരുമായി, അതായത് ബിനാലെ അധികൃതരുമായി ബന്ധപ്പെട്ട് അവർ നൽകിയിരുന്നു. ഈ ഒരു സംഭവം എന്താണെന്ന് ഇത് സംബന്ധിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെയും ആ ചിത്രം മുഴുവൻ മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, അന്ത്യ അത്താഴം എന്ന് പറയുന്ന ആ ചിത്രം പ്രഗത്ഭരായിട്ടുള്ള ലോകം കണ്ട കലാകാരന്മാർ വിഷയമാക്കി വരച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ എല്ലാ ക്രിസ്തു കുടുംബങ്ങളിലും ഉള്ള ഒരു ചിത്രമാണ്. ഓരോ ക്രിസ്തു കുടുംബങ്ങളിലെ ചുമരിലുമുള്ള ഒരു ചിത്രമാണ് ഈ അന്ത്യ അത്താഴം എന്ന് പറയുന്നത്. ആ അന്ത്യ അത്താഴത്തിന്റെ ചിത്രത്തെ അത്രമേൽ അവഹേളിക്കുന്നതാണ് ഇപ്പോൾ ബിനാലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം എന്നാണ് പറയുന്നത്. ഈ അന്ത്യ അത്താഴത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചുറ്റും ക്രിസ്തു നടുവിലുമായി തീന്മേശയിൽ ഇരിക്കുന്ന ചിത്രമാണ് അന്ത്യ അത്താഴം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ആവിഷ്കരിക്കുന്ന ചിത്രത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഒരു നഗ്നയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ശിഷ്യഗണങ്ങളുടെ ഭാഗത്ത് അത്തരത്തിൽ കന്യാസ്ത്രീ വേഷമണിഞ്ഞ സ്ത്രീകളാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ടോം വട്ടക്കുഴി എന്ന ചിത്രകാരനാണ് ഇത്തരത്തിൽ ഈ ചിത്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ നർത്തകി എന്ന കവിതയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ടി ഗോപൻ രചിച്ച മൃദുവാംഗിയുടെ ദുർമൃതി എന്ന നാടകവുമായി ബന്ധപ്പെട്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ നാടകത്തോടോ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിതയോടോ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്തതാണ് ഈ ചിത്രമെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. നേരത്തെ ഭാഷാഭോഷിണി വാരികയിൽ സംബന്ധിച്ചിട്ടുള്ളൊരു ഈ ചിത്രം പ്രദർശിപ്പിച്ചു വന്നിരുന്നു. സമാന ചിത്രം പ്രദർശിപ്പിച്ചു വന്നിരുന്നു. അന്ന് പത്രാധിപരടക്കം വിമർശനത്തെ തുടർന്ന് ചിത്രം പിൻവലിക്കുകയും അതുപോലെ തന്നെ മാപ്പ് പറയുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പരാതി മുസ്ലിം അധികൃതർക്ക്, ബിനാലെ അധികൃതർക്ക് നൽകിയിട്ടും ഇത് എടുത്തു മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളെല്ലാം തന്നെ ആരോപിക്കുന്നത്. ഇത് വലിയ രീതിയിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഇവർ വ്യക്തമാക്കി പറയുന്നു. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതാണ് ഈ മുസ്ലിം ബിനാലെ. അത്തരത്തിൽ സർക്കാർ മറ്റൊരു ബോഡിയാണ് ഇത് നടത്തുന്നതെങ്കിലും സർക്കാരിന് നേരിട്ടുള്ള ഒരു പങ്ക് ഇതിലുണ്ട്. സർക്കാരിന് ഇതിൽ ഉത്തരവാദിയാണ്. ഈ പോറ്റിയെ കേറ്റിയെ നടക്കമുള്ള വരികൾ, അതിനെതിരെ, ആ പാട്ടിനെതിരെ നടപടിയെടുക്കാൻ തുനിഞ്ഞവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ പരാതി ഉയർന്നിട്ടും പച്ചയായി യേശുക്രിസ്തുവിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം പ്രദർശിപ്പിച്ചിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ക്രിസ്ത്യൻ വിശ്വാസികളെല്ലാം തന്നെ ആരോപിക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ചോദ്യം. ഇതിന് സർക്കാർ മറുപടി പറയണമെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഇതുവരെയിട്ടും, പക്ഷേ ഇതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പ്രതികരണം ഒന്ന് കണ്ടുവരാം. നിതിൻ, ചിത്രത്തെക്കുറിച്ച് അത് ഒരു കലാവിഷ്കാരമാണ് എന്ന രീതിയിൽ നിസാരവൽക്കരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അന്ത്യത്താഴം എന്ന് പറയുന്നത് ക്രൈസ്തവർ നെഞ്ചിലേറ്റുകയും ഒപ്പം ലോകത്തെ മുഴുവൻ ജനങ്ങളും വളരെ ആദരവോടെ കാണുകയും ചെയ്യുന്ന ഒരു കലാവിഷ്കാരമാണ്. അത് വികൃതമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബിനാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങൾ വന്നിട്ടുള്ള വിഷയം. ഈ പടം പ്രദർശനത്തിന് വന്ന ഉടനെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുകയും ഇതിൻ്റെ ഭാരവാഹികളുമായി ഇന്നലെ മുതൽ തുടർച്ചയായി പല പ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചെങ്കിലും അത് നീക്കം ചെയ്യാൻ കൂട്ടാക്കാത്ത ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് നിയമപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം എന്നുള്ളൊരവസ്ഥ വന്നു ചേർന്നു. ഇതിൻ്റെ നടത്തിപ്പുകാർക്ക്, ബിനാലയുടെ നടത്തിപ്പുകാർക്ക് ഇത് വിവാദമാക്കണമെന്നുള്ള വാശിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ബിനാലെ അത് ഒരു അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു സംഗതിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഇതിൽ
സർക്കാരിന് അതിൻ്റെതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. യെസ്, നമുക്കറിയാം എല്ലാ ക്രൈസ്തവരുടെയും വീടുകളിൽ അടക്കം ഭക്തിയോടെ നോക്കിക്കാണുന്ന ഒരു ചിത്രം. ആ ചിത്രമാണ് ഇത്രത്തോളം വികലമായി കൊച്ചി ബിനാലയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. ലത്തീൻ കാത്തലിക് അസോസിയേഷൻ കൊച്ചി രൂപത പ്രസിഡന്റ് ഡാൽഫിന്റെ വാക്കുകളാണ് കേട്ടത്. മിഥുൻ ഇപ്പം തുടരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പം ഒരു വിവാദമുണ്ടാക്കി കൊച്ചി ബിനാലയെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന തരത്തിൽ അങ്ങനെ തന്നെയാണോ ഇതിന് ഏറ്റവും ഒടുവിൽ നോക്കിക്കാണാൻ കഴിയുന്നത്? ബിനാലെ ഇതോടകം തന്നെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഓരോ വർഷം തോറും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. കൊച്ചി ബിനാലേക്ക് അതിന് ഇത്തരത്തിലൊരു പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കലാകാരന്മാർ ശ്രദ്ധിക്കപ്പെടാൻ നടത്തിയ നീക്കങ്ങളോ അല്ലെങ്കിൽ ബോധപൂർവ്വം വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളോ എന്ന് വേണം സംശയിക്കാം. അതിനപ്പുറത്തേക്ക് ഇത് എന്തുകൊണ്ട് ഇത്തരത്തിൽ വിവാദം ഉണ്ടാകുമ്പോൾ ഇത് മാറ്റാൻ ഒരു തയ്യാറാവുക, അല്ലെങ്കിൽ അതിനൊന്നും തയ്യാറാകാതെ വീണ്ടും ഈ ചിത്രം ഇവിടെ പ്രദർശിപ്പിക്കാൻ തുനിഞ്ഞത്, അല്ലെങ്കിൽ പ്രദർശനം തുടരാൻ തുനിഞ്ഞത് മറ്റ് അജണ്ടകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് തീർച്ചയായും സംശയിക്കുന്നതായാണ് ഇപ്പോൾ ലത്തീൻ കാത്തലിക് വിഭാഗമെല്ലാം തന്നെ പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അസോസിയേഷന്റെ കൊച്ചി രൂപത പ്രസിഡന്റാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസിനും അതുപോലെ തന്നെ മറ്റു അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഈ പരാതിയുടെ ഉയർന്ന അടിസ്ഥാനത്തിൽ സർക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ഇവർ പറഞ്ഞത് ഈ ചിത്രം ഇവിടെ നിന്ന് പിൻവലിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് ഇതുവരെയായിട്ടും അത് മാറ്റിയിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഈ കലാകാരനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും ഈ ചിത്രം ഇതിനു മുമ്പ് മറ്റൊരിടത്തും ഇത്തരത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരുകയും ആ പ്രസിദ്ധീകരണത്തിൽ തന്നെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള കുറിപ്പെല്ലാം വന്നതാണ്. അത്തരത്തിൽ ഒരിക്കൽ തന്നെ ഒരു പൊതുയിടത്ത് ഇത്തരത്തിലുള്ള സംഭവം പ്രത്യക്ഷപ്പെടുകയും അതിനെതിരെ ഇത്തരത്തിൽ ക്രിസ്തീയ സമൂഹം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്ത് പിൻവലിക്കപ്പെട്ട ഒരു ചിത്രത്തെ വീണ്ടും മറ്റൊരു വേദിക്ക് അവസരം നൽകുന്നത് ഇത്തരത്തിലുള്ള ചില ഗൂഢ ലക്ഷ്യങ്ങളുടെ ഭാഗമാണ്. ചില അജണ്ടകൾക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് ഇവർ ഈ ലത്തീൻ കാത്തലിക് അസോസിയേഷനൊക്കെ എല്ലാം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പരാതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല, ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നാളെ മറ്റന്നാൾ എന്ന് പറയുന്നത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരാഘോഷം നടക്കുന്ന ഇടമാണ്. നിരവധി ആളുകൾ ഇവിടെ എത്തുന്ന ഒരു സംഭവമുണ്ട്. ഈ ബിനാലയെ അടക്കം എത്തുകയും സന്ദർശകരെല്ലാം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ ഇത്രമേൽ ആക്ഷേപിക്കും തരത്തിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ക്രിസ്ത്യൻ സമൂഹം വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഇത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ക്രിസ്തു മതത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു സംഭവം എന്നതിൽ മാത്രമല്ല, മത ചിഹ്നങ്ങളെ അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ബിംബങ്ങളെ പലരും പുണ്യമായും പരിപാവനമായും കാണുന്ന ഇത്തരത്തിലുള്ള പല ബിംബങ്ങളെയും ആക്ഷേപിക്കുക എന്നുള്ളത് ചില ശക്തികളുടെ ചില കേന്ദ്രങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ്. ആ അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നെല്ലാം പറഞ്ഞ് സമരസപ്പെടാതെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ എന്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം ഉടൻ തന്നെ ഇത് സംബന്ധിച്ച നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ചിത്രത്തിൽ ഇത് വിവാദമായതിന് പിന്നാലെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ തങ്ങളുടെ ക്രൈസ്തവ സമൂഹം ഏറെ പരിപാവനമായി കാണുന്ന ഏതൊരു ക്രൈസ്തവ ഭവനത്തിലും ഉണ്ടായിരിക്കുന്ന ഒരു ചിത്രത്തെ ഇത്രമേൽ അവഹേളിച്ച് അവതരിപ്പിക്കുന്നത് ആ സമൂഹം ഒരു തരത്തിലും കാണുന്നില്ല, ഒരു തരത്തിലും കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒപ്പം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ മേള, ഈ കൊച്ചി ബിനാലെ ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം തന്നെ അതിന്റെ എല്ലാ സഹായത്തിലും അതുപോലെ തന്നെ എല്ലാത്തിന്റെയും പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ലത്തീൻ കത്തോലിക്ക വിഭാഗം പറഞ്ഞു കഴിഞ്ഞു. അതിൽ എന്ത് നടപടിയെടുക്കുന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്.
കൊച്ചി ബിനാലയിൽ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ വികലമാക്കുന്ന ചിത്രമാണ് പ്രദർശിപ്പിക്കുന്നത്. ക്രിസ്തുവിന് പകരം നഗ്നയായ സ്ത്രീയും കന്യാസ്ത്രീകളുമാണ് ചിത്രത്തിലുള്ളത്. ടോം വട്ടക്കുഴിയുടെ ചിത്രമാണ് വിവാദമായത്. ചിത്രത്തിനെതിരെ ലത്തീൻ കത്തോലിക് അസോസിയേഷൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസികളെ മുറിപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതുമായ ചിത്രമെന്ന് ഇവർ പറയുന്നു. ഗൂഢാലോചന സംശയിക്കുന്നതായും അസോസിയേഷൻ കൊച്ചി രൂപതാ സമിതി പ്രസിഡന്റ് ഡാൾഫിൻ ആരോപിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.